ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ പെരുന്നയിലെ പോപ്പിന് വീണ്ടും പണി കിട്ടിയിരിക്കുകയാണ്. പോപ്പ് സാധാരണയായി ആരെങ്കിലും മന്ത്രിമാരോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ ഒക്കെ പെരുന്ന സന്ദർശിക്കാൻ വരുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഒരു വിജ്ഞാപനം പുറപ്പെടുവിക്കും. ഞാൻ സ്വീകരിക്കത്തില്ല, ഇത് പുള്ളി ജനറൽ സെക്രട്ടറിയാണ്, അതിൻ്റെ ഹുങ്ക് കാണിച്ച് വലിയൊരു പ്രചരണം ഉണ്ടാവും. കുറേ മാധ്യമങ്ങൾ അത് വിശദീകരിക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ ഈ പ്രാവശ്യം ഒരു 8ന്റെ പണിയും കൊണ്ടാണ് NSS സെക്രട്ടറിക്ക് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ മന്നം ഇന്റർനാഷണൽ സെന്ററിൽ മന്നം സ്മൃതി മണ്ഡപം ഭാരതത്തിന്റെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ സുരേഷ് ഗോപിയും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. മന്നത്ത് പത്മനാഭന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യുന്ന ആ ചടങ്ങിൽ വെച്ച് CP രാധാകൃഷ്ണന്റെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു. അതിന്റെ കുറച്ചു ഭാഗം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. My humble request to all the trustees of NSS all over the world, you never think that you are everything. You are everything because of the great contribution of our കർമ്മയോഗി മന്നത്ത് പത്മനാഭൻ. രാഷ്ട്രപതി പറഞ്ഞ വാക്കുകളുടെ അർത്ഥം ഇതാണ്. പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും ഈ കാണുന്നതെല്ലാം ഭാരതകേസരി മന്നത്ത് പത്മനാഭൻ ഉണ്ടാക്കിയതാണ്. അവിടെ കയറിയിരുന്ന് ഞാൻ സെക്രട്ടറിയാണ്, ഇവൻ വരണ്ട അവൻ വരണ്ട എന്നൊക്കെ പറയാൻ ഒരുത്തനും അവകാശമില്ല. NSS എല്ലാവരുടെയുമാണ്. ഉപരാഷ്ട്രപതി ആ പറഞ്ഞതിന്റെ ഉദ്ദേശവും ആർക്കിട്ടാണെന്നും പറയാതെ തന്നെ നമുക്കെല്ലാവർക്കും മനസ്സിലാകുമല്ലോ. NSS ജനറൽ സെക്രട്ടറിക്ക് ഇട്ടുള്ളൊരു പണി തന്നെയാണ് ഇത്. ഉപരാഷ്ട്രപതിയുടെ കയ്യിൽ നിന്ന് ഊക്കുമടിക്കുവാൻ നമ്മുടെ പോപ്പിന് ചില്ലറ റേഞ്ചൊന്നുമല്ല ഉണ്ടായിരിക്കുന്നത്. രാഷ്ട്രപതിയുടെ ആ പറച്ചിലിൽ നിന്ന് തന്നെ എല്ലാം അടങ്ങിയിട്ടുണ്ടായിരുന്നു. നിങ്ങളല്ല എല്ലാം, പെരുന്നയിലൂടെ ആർക്ക് വേണമെങ്കിലും വരാമെന്ന് പേരെടുത്ത് പറയാതെ തന്നെ ഉപരാഷ്ട്രപതി ജനങ്ങളോട് പറയുന്നുണ്ട്. ആ ചടങ്ങിൽ പങ്കെടുത്ത സുരേഷ് ഗോപിയുടെ വാക്കുകൾ കൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം. അതായത് സുരേഷ് ഗോപി തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരിക്കുന്ന വരികളാണ്. ഭാരതത്തിന്റെ നവോത്ഥാന നായകനും സാമൂഹ്യ പരിഷ്കർത്താവുമായ മന്നത്ത് പത്മനാഭൻ എന്ന മഹാനുഭാവന്റെ ഓർമ്മയ്ക്ക് ഇനി ഡൽഹി മണ്ണിലും കരുത്തുറ്റ സാന്നിധ്യം. ന്യൂഡൽഹിയിലെ മന്നം ഇന്റർനാഷണൽ സെന്ററിൽ മന്നം സ്മൃതി മണ്ഡപം ബഹുമാനപ്പെട്ട ഭാരതത്തിന്റെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ സാർ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിലും കർമ്മയോഗിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്ത ചടങ്ങിലും പങ്കെടുക്കുവാൻ സാധിച്ചത് ജീവിതത്തിലെ വലിയൊരു ഭാഗ്യമായി കരുതുന്നു. ജാതി മത പ്രാദേശിക അതിർവരമ്പുകൾക്കപ്പുറം സാമൂഹ്യ നീതിയുടെയും സമത്വത്തിന്റെയും അർപ്പണത്തിന്റെയും സന്ദേശം ലോകത്തിന് കാട്ടിക്കൊടുത്ത ആ മഹാത്മാവിന്റെ ആദർശങ്ങൾ ഇന്നും നമുക്ക് വലിയൊരു വെളിച്ചമാണ്. മന്നത്ത് പത്മനാഭൻ എന്ന ആചാര്യന്റെ കർമ്മപദം പിന്തുടർന്ന് നീതിയും അനുകമ്പയും മുതലാക്കി നമുക്ക് മുന്നോട്ട് നീങ്ങാം. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പെരുന്ന NSSന് ബദലായി മറ്റൊരു സഖ്യം രൂപം കൊണ്ടു തുടങ്ങിയെന്ന് ഇപ്പോൾ 100% ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. അല്ലേ തന്നെ ഈ NSSനെ ഇഷ്ടപ്പെടാത്ത നായന്മാരാണ് 90% പെരുന്നയിൽ ഉൾപ്പെടെയുള്ളത്. ഇനി ആർക്കും മന്നത്ത് പത്മനാഭന്റെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്താം. നമ്മുടെ പോപ്പിന്റെ തിണ്ണ നിരങ്ങുകയോ അനുവാദം ചെയ്യുകയോ ആവശ്യമില്ല എന്നാണ് ഉപരാഷ്ട്രപതിയുടെ ഈ വാക്കുകളുടെ അർത്ഥം. ഈ കാണുന്നതെല്ലാം ഭാരത കേസരി മന്നത്ത് പത്മനാഭൻ ഉണ്ടാക്കിയതാണ്. അവിടെ കയറിയിരുന്ന് നീ വരണ്ട അവൻ വരണ്ട എന്നൊക്കെ പറയാൻ ഇയാൾ ആരാണ് എന്ന് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. ഇതെല്ലാം കണ്ട് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഈ NSSന്റെ കീഴിലുള്ള നായന്മാർ തന്നെ ആയിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ.